ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയെ കാണാൻ ചെറുക്കൻ വരുന്നതിന് എല്ലാവരും ചേർന്ന് ഗംഗയെ ഒരുക്കുന്നു. കമ്മലിടിയിക്കുന്നു, മുല്ലപ്പൂമാല വെച്ചു കൊടുക്കുന്നു. അങ്ങനെ പുറപ്പെടുമ്പോൾ ഗംഗ ഒരു സുന്ദരിയായി നീള പെർഫ്യൂമൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. വിനീതും അച്ചമ്മയും വിഷമത്തോടെ ഇരിക്കുന്നു. കാവേരി പറയുന്നത്, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഓർഗാനിക്കായി വരണം, ഒരു പൂ വിരിയുന്ന പോലെയാ, രണ്ടു പേർക്കും ആ ഫീൽ ഉണ്ടാവണം എന്ന് പറയുന്നു. സോഫയും ടീപ്പോയും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, കേർട്ടൻസ് ഒക്കെ നേരെയാക്കുന്നു, പൊടി തട്ടി വെക്കുന്നു. അച്ചമ്മയെ നോക്കിയപ്പോൾ മുഖം ഒരു കൊട്ട വീർപ്പിച്ചിരിക്കുന്നുണ്ട് അച്ചമ്മ. പിന്നീട് ജയപാലനും ചെറുക്കനും കൂട്ടരും എത്തി. ശാരദയെ അവർ വന്നൂട്ടോ എന്ന് വിളിച്ച് അരവിന്ദൻ അവരെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചിരുത്തുന്നു. എല്ലാവരും നിരന്നിരുന്നു. ഗംഗ പതുക്കെ ചായയുമായി വരുമ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, ഇതാ ഞങ്ങളുടെ പെൺകൊച്ച് ഗംഗ എന്ന് പറഞ്ഞ് ചായ കൊടുക്കുമ്പോൾ ചെറുക്കൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. മോൾ ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കുന്നു. ഗംഗ ഉത്തരം പറയുന്നതിന് മുമ്പ് അച്ചമ്മ ചാടിക്കയറി +2 തോറ്റു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖഭാവം മാറി. പിന്നീട് ജയപാൽ അങ്കിളിൻ്റെ മോനുമായി യമുനയ്ക്ക് എന്തോ ഒരു ചുറ്റിക്കളി. കാവേരി അത് കണ്ടുപിടിക്കുന്നു. ജയപാൽ അങ്കിളിൻ്റെ മോനാണ്, പരിചയക്കാരനാണ്, അതൊക്കെ ശരി എന്നും പറഞ്ഞ് ഒളിഞ്ഞും പാത്തും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ യമുനെ എന്ന് ചോദിക്കുന്നുണ്ട് യമുനയോട്. പിന്നീട് സുജാത അമ്മായി ലൂസിയാമ്മയുമായി സംസാരിക്കുന്നു. സോപ്പിടാൻ കുറേ ചോറും കറികളും 100 രൂപയും ഒക്കെ കൊടുത്ത് സോപ്പിടിക്കുന്നുണ്ട്. പണത്തിൻ്റെ പുറത്തല്ലേ മോളെ ഈ ബന്ധവും സ്വന്തവും എല്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് സുജാത കൊടുത്ത 100 രൂപ വാങ്ങി വയ്ക്കുന്നു. ഇപ്പോഴും ഈ ലൂസിയമ്മ വിചാരിച്ച ചിലതൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട്. അന്നേരം സുജാതയ്ക്ക് ചെറിയൊരു സന്തോഷം തോന്നുന്നു. അന്നേരം അരവിന്ദൻ ചെറുക്കൻ്റെ വീട്ടുകാരോട് പറയുന്നത്, പഠിപ്പ് കുറവാണ് എന്ന് നോക്കണ്ട, അവൾക്കൊന്നും ഞാൻ കുറയ്ക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുഖവും തെളിയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂവായി കാണിച്ചത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. മറ്റൊരു എപ്പിസോഡിൻ്റെ വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക.